ഇതിൽ നമ്മൾ നോക്കുന്നത് വെനിസ്വല. വെനിസ്വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് വെനിസ്വല. വെനിസ്വലയിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് അയാൾ പ്രസിഡന്റ് ആവാൻ വേണ്ടി മാത്രം ജനിച്ചതുപോലെയാണ് അവിടെ ജീവിക്കുന്നത്. എനിവേ, അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ വെനിസ്വലന്റെ ഒരു ഭരണം 2018 ട്രംപ് അട്ടിമറിക്കാൻ ശ്രമിച്ചായിരുന്നു, നടന്നില്ല. 2020 ശ്രമിച്ചായിരുന്നു, നടന്നില്ല. ഈ വെനിസ്വേലയുടെ ഭരണം എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെടണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമില്ല, ബ്ലാക്ക് ഹോൾഡ് ഓയിൽ. അതന്നെ വെനിസ്വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ഭാഗത്ത് കിടക്കുന്ന ഒരു കൺട്രിയാണ് ഈ ഒരു വെനിസ്വേല എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പനാമ കനാലൊക്കെ ഉള്ളത്. ഈ പനാമ കനാലിനെ കുറിച്ചൊക്കെ ട്രംപ് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും അയാൾ സൈലന്റ് ആയിട്ട് അയാളുടെ പുറകിൽ മിഡിൽ ഓഫ് ബ്ലാങ്കേറ്റയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വെനിസ്വേല. അപ്പൊ ഈ പനാമയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെനിസ്വേലയ്ക്കും ഒരു പാര വരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വെനിസ്വേലയുടെ അടുത്ത് ഇന്ത്യയുടെ താല്പര്യമുണ്ട്. ഇന്ത്യക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺട്രിയാണ് വെനിസ്വേല. അവിടെ നിന്ന് ഓയിൽ മേടിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. കാരണം നമുക്ക് അത്രമാത്രം ഓയിലിന്റെ നീഡ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇന്ത്യയിലെ നമ്മൾ ഗ്ലോബലി തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ റിഫൈൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏതാണ്ട് യൂറോപ്പിലേക്ക് റിഫൈൻഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്നതിൽ സൗദി അറേബ്യ ഇവരെ മറികടക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ പെർഫോമൻസ് ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വലിയ എക്സ്പെക്ടേഷൻസിൽ റിലയൻസ് ഒക്കെ ഒരുപാട് പൈസ മുടക്കി ഗുജറാത്തിൽ വലിയ റിഫൈനറി പ്ലാന്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കകത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ഓയിൽ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി പെർ ഡേ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓയിൽ വേണം. അമേരിക്ക ആണെങ്കിൽ ഇറാന്റെ അടുത്ത് മേടിക്കരുത്, റഷ്യ അടുത്ത് മേടിക്കരുത്, പല പല സ്ഥലത്തൊന്നും മേടിക്കരുത് എന്നുള്ള പല സാങ്ഷൻസും ഓർഡേഴ്സും ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി ഒരു ഓയിൽ റിഫൈൻ ചെയ്ത് പ്രോഡക്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് എത്ര പൈസ നമുക്ക് അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിൽ എന്താണോ പ്രൈസ് അതനുസരിച്ച് നമുക്ക് ഇത് വിൽക്കാൻ പറ്റും. പക്ഷേ അതേസമയം നമ്മൾക്ക് എവിടെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുക? ലാഭം ഉണ്ടാക്കുന്നത് റോ മെറ്റീരിയലിലാണ്. റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബേസിക് ആയിട്ടുള്ള ക്രൂഡ് പർച്ചേസ് ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എത്ര നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റുമോ ആ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് മേടിച്ചിട്ട് ഇത് റിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. ഇതിപ്പോ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ അടുത്തേ ഓയിൽ മേടിക്കാവൂ, ഞാനുമായിട്ട് ബന്ധമുള്ള എന്റെ അടുത്ത് സാങ്ഷൻസ് ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് മേടിക്കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ പറയുന്ന വിലയ്ക്ക് ക്രൂഡ് മേടിച്ചിട്ട് പിന്നെ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ അതിന് എത്രയ്ക്ക് കൊടുക്കും? ഇവിടെയൊക്കെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ചില ചാലഞ്ചസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വെനിസ്വേലയുടെ നിന്ന് ഓയിൽ മേടിക്കാൻ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചു. ഒരുപാട് നാളായിട്ട് തന്നെ അമേരിക്ക എപ്പോഴൊക്കെ നമുക്ക് റഷ്യക്കെതിരെയൊക്കെ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഓയിൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ വെനിസ്വേലയെ വെച്ചിട്ടൊക്കെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. വെനിസ്വേലയെ വെച്ചിട്ട് നമ്മളുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ഓപ്പൺ ആയിട്ട് തന്നെ പല ഗ്ലോബൽ ഫോറംസിലും സംസാരിച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട് വെനിസ്വേലയുടെ ഓയിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഓയിലിനെ സപ്ലൈ ചെയ്യൂ. പല സാഹചര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. വെനിസ്വേലയൊക്കെ തടഞ്ഞു വെക്കാൻ ഒരു കാരണമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോലോ മദുറാവോ, ഇപ്പൊ ഇയാള് അവിടെ ജന്മന അങ്ങ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇയാളുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഏതൊരു പൊളിറ്റീഷ്യൻ ആയാലും ഏതൊരു ഭരണാധികാരി ആയാലും ഒരുപാട് നാൾ ഇരുന്ന് ഭരിക്കുമ്പോഴത്തേക്കും ആ രാജ്യത്ത് അയാൾക്കുള്ള നെഗറ്റീവ്, അതായത് അയാളെ എതിർക്കുന്ന ആൾക്കാർ കൂടി വരും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഏതൊരു ഭരണാധികാരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ മദ്രാവോ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്കെതിരെയും ഈ ഒരു രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ട് അവരുടെ രാജ്യത്ത്. അത് ഇന്റർണൽ മാറ്റർ ആണെന്ന് വെച്ചോ. പക്ഷേ അമേരിക്കയുടെ താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു പോളിസി ഉണ്ട്. അമേരിക്ക, നിങ്ങൾ ഗദ്ദാഫിയെ ഓർക്കുന്നുണ്ടാവും, സദ്ദാം ഹുസൈനെ ഓർക്കുന്നുണ്ടാവും. ഈ സദ്ദാം ഹുസൈൻ്റെയോ ഗദ്ദാഫിയുടെയോ അവരുടെ റൂളിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരുടെ റൂളിംഗ് എന്താണ്, അവരുടെ ഫിലോസഫി എന്താണ്, അവരുടെ അജണ്ട എന്താണ്, അവർ ഏത് ബേസിസിലാണ് റൂൾ ചെയ്യുന്നത്, ഇതൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ചർച്ച ചെയ്യുന്നത് അമേരിക്ക ആ ഒരു വ്യക്തികളോട് കാണിച്ച ഒരു അപ്രോച്ച്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിലുപരിയായിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചെടുത്തോണ്ട് അവരുടെ ഫണ്ടമെന്റലിസം ഒക്കെ നമ്മൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരുടെ ആയാലും, ഗദ്ദാഫിയുടെ ആയാലും അതുപോലെ തന്നെ സദ്ദാം ഹുസൈൻ്റെ ആയാലും നമ്മൾ അവരുടെ ഫണ്ടമെന്റലിസമോ അവരുടെ പോളിസീസ് ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയുടെ ഒരു പോളിസി ഉണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അമേരിക്കയുടെ പോളിസി എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിനെ അട്ടിമറിക്കുക, അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിൽ അവർ ആദ്യമേ തന്നെ ഈ ഒരു ആളിനെ കുറിച്ച് ബാഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഇങ്ങനെ ഇങ്ങനെ പരത്തും. അത് ഇയാൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇത്ര വരെ കൊന്നു, ഇൻഹ്യൂമൻ ബിഹേവിയർ ആണ്, ഇങ്ങനെയൊക്കെ ചില ഇത് ഉണ്ടാക്കും. പിന്നെ കുറെ റിപ്പോർട്ടുകൾ ഇറക്കും, ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട്, അത് ഇതെന്ന് ചപ്പച്ചവർ കുറെ റിപ്പോർട്ടുകളൊക്കെ ഇറക്കും. പിന്നെ ഇവര് ആ രാജ്യത്ത് തന്നെ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡീവിയേഷനുള്ള ഈ കുറെ നാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു വെറുപ്പുള്ള ഒരു പറ്റം ആൾക്കാരുണ്ടാവും. അവരെ ഇവര് ഫണ്ട് ചെയ്യും. അവരെ ഫണ്ട് ചെയ്തിട്ട്
ഇവർ അവിടെ തന്നെ ഒരു പ്രൊട്ടസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, പതിയെ പതിയെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ പതിയെ ആ ഒരു സംഘടനയുടെ സപ്പോർട്ടോട് കൂടി ഇവർ ആ രാജ്യത്ത് തന്നെ അവിടെ തന്നെ റിബലായിട്ടുള്ള എത്രയോ ആൾക്കാർ അമേരിക്കയിലും അവിടെയൊക്കെ കാണും, നല്ല നല്ല പൊസിഷൻസിലൊക്കെ ഉള്ള ആൾക്കാരും കാണും, അവർ ത്രൂ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇവർ. അപ്പൊ ഇവിടെ ഒരു കലാപം ഉണ്ടാവും, ആ കലാപത്തിന്റെ ഇടയിൽ മീൻ പിടിക്കാൻ വരുന്നതാണ്, കുളം കലക്കുകയാണ്, മൊത്തത്തിൽ കുളം കലക്കി മീൻ പിടിക്കുക, അതന്നെ സംഭവം. അപ്പൊ ഇവര് ആ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് അവർക്ക് ഫണ്ട് ലീഡറായിട്ടിരിക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർക്കെതിരെ കേസ് ഇടുക, ഇല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിനിടയിൽ അവരെ വധിക്കുക, ഇല്ലെങ്കിൽ അവരെ ഡീറ്റെയിൻ ചെയ്യുക, ഇങ്ങനത്തെ പല പരിപാടികളും ചെയ്യും, എന്തെങ്കിലുമൊക്കെ കേസ് ഇട്ട് പൂട്ടുക, ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ വെനിസുലയിൽ പല തവണ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. പക്ഷെ ഇത്തവണ ട്രംപ് അത് വളരെ ശക്തമായിട്ട് എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വെനിസുലയുടെ ഉള്ളിൽ തന്നെ, ഈ വെനിസുലയുടെ ഉള്ളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ട്രംപ് വന്ന സമയം തൊട്ടേ ഈ ഒരു പുകച്ചൽ അവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ എന്താണ് വെനിസുലയെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ വെനിസുലയിൽ നിന്ന് US കുറച്ച് ഓയിൽസ് ഒക്കെ മേടിക്കുന്നുണ്ട്. US ചില കമ്പനികൾ, അതായത് ഷെൽ എന്ന് പറഞ്ഞൊരു കമ്പനി, അതുപോലെ ടോട്ടൽ എന്ന് പറഞ്ഞൊരു കമ്പനി, ഇങ്ങനത്തെ കമ്പനികളൊക്കെ വെനിസുലയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്രമാത്രം സാങ്ഷൻസും അതൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വെനിസുലയുടെ ഗവൺമെന്റ് ഈ കമ്പനികൾക്കൊക്കെ, പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനികൾക്കൊക്കെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇത്ര ഓയിലേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ, ചില ലിമിറ്റുകൾ, ചില ലിമിറ്റേഷൻസ്, ചില നിർദ്ദേശങ്ങൾ, ചില റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വെനിസുലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള ഒരു രാജ്യമാണ് വെനിസുല. ഏതാണ്ട് 300 മില്യൺ ബാരൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ് വെനിസുല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ US ഭരണകൂടം ഇപ്പൊ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ അവിടെ യുഎസിന്റെ ഈ ഒരു പെട്രോളിയം കമ്പനികളെല്ലാം വെനിസുലയുടെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കേണ്ട, ഞങ്ങൾ ആവശ്യത്തിനുള്ള ഓയിൽ ഞങ്ങൾ എടുത്തോളാം, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ടാക്സ് ഞങ്ങൾ അടയ്ക്കാം, നോർമലായിട്ട് എന്താണോ പോളിസി അതങ്ങ് ഫോളോ ചെയ്യാം, നിങ്ങളുടെ റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിബൽ ആയിട്ടുള്ള ഒരു സ്വരം അവിടെ ഉയർത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം. ഇത് അവിടെ ശരിക്കും ചെറിയൊരു പുകച്ചൽ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെനിസുലയുടെ പ്രസിഡന്റ് ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരു സ്ട്രോങ് അലയൻസ് ആയിട്ട് വിചാരിക്കുന്നത് റഷ്യ, ചൈന, ഇറാൻ, ഈ ഒരു 3 രാജ്യങ്ങളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു ടൈപ്പ് കൊണ്ടുപോകുന്നത്. ഇന്ത്യയുമായിട്ടൊക്കെ 50-50, അത് അങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ട്, അത്രേ ഉള്ളൂ. കാരണം ഇന്ത്യ US ബേസ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വെനിസുലയെ എടുത്ത് ഇതുവരെ പലതവണ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ കൺഫേം ചെയ്ത ഒരു കരാർ എഗ്രിമെന്റ് ഒപ്പിടുകയോ ഓയിൽ പർച്ചേസിങ്ങിന് മുതിരുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലുള്ളത്. പക്ഷേ ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ മീഡിയേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് വെനിസുല. ഇന്ത്യ വെൽക്കമബിൾ ആണ് ഏത് നേരത്തും. കാരണം അത്രമാത്രം ഇന്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. നമ്മളൊക്കെ ഓയിൽ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മേടിക്കുന്നതിന്റെ ഇരട്ടിയാണ് നമ്മൾ മേടിക്കുന്നത്. നമുക്ക് അത്ര ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എല്ലാ കാലത്തും ഒരു വാല്യൂ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ വോയിസ് നിൽക്കും. അതാണ് ഇന്ത്യയുടെ ഒരു വോയിസ് നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പോപ്പുലേഷനും നമ്മളുടെ ഒരു പർച്ചേസിംഗ് പവർ, അത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് വെനിസുല കൂടുതൽ ഇപ്പം ഈ ഒരു കൺസേൺ എടുക്കുന്നതിന്റെ കാരണം, ഈ ഒരു സാഹചര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ അഥവാ US ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചിട്ട് ഈ ഒരു വെനിസുലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലഹളയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ബംഗ്ലാദേശിനെ പോലത്തെ ഒരു രീതി അവിടെ അവലംബിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാല്, കാരണം വെനിസുലയുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന എക്സാമ്പിളാണ്, സിറിയയിൽ നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഒരു എക്സാമ്പിൾ ഉണ്ട്. പെട്ടെന്ന് ഒരു ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ കഴിയും US കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെനിസുല കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇവർക്ക് കിട്ടാനുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ഭാഗത്തുനിന്ന്, റഷ്യ ഇപ്പൊ ഇവരെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. ചൈന തീർച്ചയായിട്ടും വരില്ല. 60% ടാക്സ് ഒക്കെ മേടിച്ചൊരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അവരൊന്നും പെട്ടെന്ന് വെനിസുലയ്ക്ക് വേണ്ടി അവിടെ നിന്ന് പടക്കപ്പൽ എടുത്തുകൊണ്ട് വരാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് ഇറാൻ. ഇറാൻ പറയണ്ടല്ലോ, ഇറാൻ ഇപ്പൊ ഇടയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബയലേറ്ററൽ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് റെഡിയാക്കിയായിരുന്നു. കാരണം ഇവർക്കും സാങ്ഷൻ ഉണ്ട്, അവർക്കും സാങ്ഷൻ ഉണ്ട്. അപ്പൊ പൊതുവിലുള്ള ശത്രു ആ രീതിയിൽ. അങ്ങനെയാണ് ഇവർ രണ്ടും മിത്രമായിട്ടിരിക്കുന്നത്. അപ്പൊ ഇറാനും ഇപ്പം പെട്ടെന്നൊന്നും വെനിസുലയെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ വെനിസുലയെ ഒരു സൈഡിൽ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പബ്ലിക്കൻ വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് സ്വാഭാവികമായിട്ടാണ്. കാരണം ഈ ജോർജ് ബുഷിന്റെ ടൈമിലും ഈ ഒരു വെനിസുലയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. വെനിസുല മാത്രമല്ല, വെനിസുല, ക്യൂബ, നിക്വാഗ്വേറ, ഇങ്ങനത്തെ കുറെ ടാർഗറ്റഡ് അവരുടെ ലിസ്റ്റിലുള്ള കൺട്രീസ് ഉണ്ട്. കാരണം ഇവിടെയൊക്കെ വേറെ ഒന്നുമല്ല, ഓയിൽ മാത്രമല്ല. ഇപ്പം വെനിസുല എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റെയർ എർത്ത് മെറ്റീരിയൽസും കൂടെ ഉള്ള ഒരു രാജ്യമാണ് വെനിസുല. അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന വെച്ചാൽ അയൺ, ബോക്സൈറ്റ്, ഡയമണ്ട്, ബ്ലൂ ഗോൾഡ് എന്നൊക്കെ പറയും. ബ്ലൂ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റലാണ്. അതിന്റെ ഒരു നിക് നെയിമാണ് ബ്ലൂ ഗോൾഡ്. അതിനെ കാൾട്ടൺ എന്നാണ് പറയുന്നത്.
അങ്ങനത്തെ ചില റെയർ എർത്ത് മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ വളരെയധികം വളരെ ഇലക്ട്രോണിക്സിലൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ചില റെയർ എർത്ത് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതുപോലുള്ള പല പല അസറ്റുകൾ അവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പൊളിറ്റിക്സ് ഞാൻ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിപ്പോ വാർത്തകളിലൊന്നും വന്നിട്ടുണ്ടാവില്ല. വൈകാതെ തന്നെ ഇതൊരു 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ മന്തിൽ ഇത് ഡിസ്കസ് ചെയ്യപ്പെടും. വളരെ പീക്ക് ലെവലിൽ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.